നമസ്കാരം. ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും വീട്ടിൽ തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് പേർക്ക് ഇതിന്റെ യഥാർത്ഥ ഔഷധ ഗുണങ്ങളെ പറ്റി യാതൊരു അറിവില്ല. അത്തരത്തിലുള്ള ഒരു അത്ഭുത വിത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിന് മലയാളത്തില് ആശാളി എന്നാണ് ഇതിന്റെ പേര്, സംസ്കൃതത്തില് ചന്ദ്രശൂരം എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ ഹിന്ദിയില് ഹലീം സീഡ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, ഹലീം വിത്തുകൾ. അതുപോലെ തന്നെ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ലെപ്പിഡിയം സറ്റൈവം എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. ആശാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയുർവേദമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരുവിധം ധാരണയുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആശാളി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ആശാളി നമുക്കൊരു ഒറ്റമൂലി പോലെ, ഒരു പൊടിക്കൈ പോലെ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാം, ഇത് എന്തെന്ത് ചികിത്സാ രീതികൾക്കൊക്കെയാണ് ആശാളി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കി വിവരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവിയർ. പതിപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഇത് പൊതുവെ ഉപയോഗിച്ചു വരാറുള്ളത് പ്രസവശേഷം സ്ത്രീകൾക്ക് ശക്തി വീണ്ടെടുക്കുന്നതിന്, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന്, രക്തക്കുറവ്, അനീമിയ കൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവൊക്കെ കുറഞ്ഞ അനീമിയ, രക്തക്കുറവ് ഉണ്ടാകുമ്പോൾ ആ രക്തത്തിന്റെ അളവ്, അതിന്റെ ഗുണം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിന് ഊർജം പകരുന്നതിനും ഒക്കെ ആയിട്ട് തലമുറകളായിട്ട് പുരാതന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ ഗുണം നിറഞ്ഞ ഒരു വിത്താണ് ആശാളി. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പാടില്ലാത്തതുണ്ടോ, ആർക്കെങ്കിലും ഇത് ഒഴിവാക്കേണ്ടതുണ്ടോ, ഏത് അളവിൽ എപ്പോ കഴിക്കാം, ഇത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത്, എല്ലാം വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കി വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന വഴി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, പലരും പലപ്പോഴായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇതെല്ലാം തന്നെ വളരെ ലളിതമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കി തരാം. ആദ്യമായിട്ട് ഈ ആശാളി എന്താണെന്ന് കുറച്ചും കൂടെ വിശദമായിട്ട് അതിന്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് പഠിക്കാം. അതായത് കടുകിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ ആശാളി വിത്ത്. ഇതിന്റെ വിത്തുകൾക്കാണ് ഔഷധ ഗുണം കൂടുതലായിട്ടുള്ളത്. വിത്താണ് സാധാരണ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ഭക്ഷണമായിട്ടും ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. സംസ്കൃതത്തിൽ ഇതിന് ചന്ദ്രശൂരം എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. ആയുർവേദ ഗ്രന്ഥങ്ങളില് അതുപോലെ തന്നെ ദ്രവ്യഗുണത്തിലൊക്കെ ആയുർവേദ ഔഷധ ദ്രവ്യങ്ങളുടെ ഗുണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാവപ്രകാശ നിഘണ്ടുവിലൊക്കെ ചന്ദ്രശൂരത്തെ പറ്റി, ആശാളിയെ പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കിതിന്റെ രസഗുണ വിഭാഗങ്ങൾ, ഇതിന്റെ ആയുർവേദിക് പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. ഇതിന് തിക്ത കടു രസങ്ങളോട് കൂടിയതാണ്, അതുപോലെ തന്നെ ലഘു തീക്ഷ്ണ ഗുണത്തോട് കൂടിയതാണ്, ഉഷ്ണവീര്യവുമാണ്, ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ആശാളി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങളും ആശാളി തനിയൊക്കെ ഉപയോഗിക്കുന്നത് വാതദോഷവും കഫദോഷവും വർദ്ധിച്ച് ശരീരത്തിലുണ്ടാകുന്ന രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നതിനാണ് പ്രധാനമായിട്ടും ആശാളി ഉപയോഗിച്ചു വരുന്നത്. ആയുർവേദപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം തന്നെ നല്ല ദഹനശക്തിയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയാവണ്ണം ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം. അതിന്റെ വേസ്റ്റ് പാർട്ട് കൃത്യമായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടണം. ഈ പ്രക്രിയ കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. അതിന് ശരിയായിട്ടുള്ള ജഠരാഗ്നിബലം, അഗ്നിബലം, ദഹനശക്തി, ഡൈജസ്റ്റീവ് പവർ കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ഈ ആശാളി വിത്ത് ഉപയോഗിക്കുക വഴി ഈ ദഹനശക്തി, അഗ്നിബലം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. കാരണം ഇതിന് ഉഷ്ണവീര്യമാണ്. ആശാളി ഉപയോഗിക്കുകയാണെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, അതുപോലെ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ പെട്ടെന്ന് അല്പം ആഹാരം കഴിച്ചാൽ പോലും വയറു തട്ടി വീർത്തു വരുന്നു, ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുന്നു, അതുപോലെ ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ്ങും മേമ്പക്കവും കീഴ്വായും വയറു തട്ടി വീർത്തു നിൽക്കുക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഈ ദഹനക്കേടിന്റെ, അഗ്നിവാന്ധ്യത്തിന്റെ, ദഹനശക്തി ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. ഇത്തരം അവസ്ഥകളൊക്കെ ആശാളി തനിയെ ഉപയോഗിക്കുകയോ ആശാളി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വളരെ വളരെ ഫലപ്രദമാണ്. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ആശാളി ചവച്ചരച്ചിറക്കുക ഒരു പതിവാണ്. അതൊക്കെ ഈ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും കഴിച്ച ആഹാരം പൂർണ്ണമായിട്ട് ദഹിക്കുന്നതിനും വേണ്ടിയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രസവശേഷം സ്ത്രീകൾക്ക് പ്രസവരക്ഷയുടെ, പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഔഷധങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധ ലേഹ്യങ്ങള്, അതുപോലെ ഔഷധ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധ ലഡു ഒക്കെ നൽകി വരാറുണ്ട്. ഇതിലൊക്കെ തന്നെ പ്രധാന ഒരു ഘടകമാണ്, പ്രധാന ചേരുവയാണ് ആശാളി വിത്ത്. കാരണം ഈ ഗർഭധാരണവും പ്രസവവും ഒക്കെ സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിന് വളരെ വളരെ ആയാസകരമായ ഒരു പ്രവൃത്തിയാണ്. പ്രസവശേഷം സ്ത്രീകൾക്ക് വളരെയധികം ക്ഷീണവും തളർച്ചയും വാദവൃദ്ധിയും അതുപോലെ ധാതുക്ഷയവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വീണ്ടെടുക്കുന്നതിനും ആ ഊർജവും ശക്തിയും ഒക്കെ വീണ്ടെടുക്കുന്നതിന് സഹായകരമാണ് ആശാളി പലതരത്തിൽ ഉപയോഗിച്ചു വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവശേഷം നടുവേദന, മറ്റ് സന്ധിവേദന, അതുപോലെ ക്ഷീണവും തളർച്ചയും രക്തക്കുറവ്, അനീമിയ, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവെ പ്രകടിപ്പിക്കാറുള്ള ചില ലക്ഷണങ്ങളാണ്. ഇത്തരം അവസ്ഥയിലൊക്കെ ആശാളി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ അവസ്ഥാനുസരണ രോഗിയുടെയും രോഗബലത്തിനും ദേഹപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയ ഔഷധങ്ങൾ പ്രയോഗിച്ചു വരാറുണ്ട്. പ്രസവശേഷം അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കുന്നതിന്, മാറ്റിയെടുക്കുന്നതിന്, അതിനെ അതിജീവിക്കുന്നതിന്, ശരീരത്തിന് ശക്തി പകരുന്നതിന്, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന്, അതിനൊക്കെ വേണ്ടിയാണ് പ്രസവശേഷം സ്ത്രീകൾക്ക്
ആശാളി നൽകി വരുന്നത്. പ്രസവശേഷം പല സ്ത്രീകൾക്കും പല അമ്മമാർക്കും ഒരു പ്രധാന ടെൻഷനാണ് ആവശ്യത്തിന് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള അളവിൽ മുലപ്പാല് ലഭ്യമല്ലെന്നുള്ളത്. അവിടെയാണ് ആശാളിയുടെ മറ്റൊരു പ്രയോജനം. കാരണം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആശാളിയെ പറ്റി സ്തന്യ ജനന ദ്രവ്യങ്ങളുടെ ഗണത്തിലാണ് ആയുർവേദം ഇതിനെ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് ആശാളി ശരിയായ രീതിയിൽ പ്രയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഫലപ്രദമാണ്. പണ്ടുകാലങ്ങളിൽ പ്രസവശേഷം മുലപ്പാൽ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാല് ആശാളി വിത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൽ പാലും ശർക്കരയും ഒക്കെ ചേർത്ത് പ്രസവിച്ച സ്ത്രീകൾക്ക് നൽകി വരാറുണ്ട്. ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് കാര്യമായ പങ്ക് വഹിക്കാറുണ്ട്. ഇത് ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കുക മാത്രമല്ല, അമ്മയ്ക്കുണ്ടാവുന്ന അനീമിയ രക്തക്കുറവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ശരീരത്തിന് ക്ഷീണവും ശക്തിയും ഊർജ്ജവും ഒക്കെ പകരുന്നതിനും സഹായകരമാകുന്നു. അനീമിയ രക്തക്കുറവില് ആശാളി വിത്ത് പ്രയോജനപ്പെടുന്നതിനുള്ള പ്രധാന കാരണം രക്തത്തില് ഇരുമ്പിന്റെ അംശം കുറയുക വഴിയുണ്ടാവുന്ന അനീമിയ, അതുവഴി ഉണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും രക്തക്കുറവും രക്തത്തിന്റെ അളവും രക്തത്തിന്റെ ഗുണവും ഒക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ ആശാളിക്ക് വളരെയധികം പങ്കുണ്ട്. കാരണം ആധുനിക ശാസ്ത്രം പറയുന്നു ആശാളി വിത്തില് ധാരാളം മിനറൽസ് അയൺ കണ്ടന്റും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനീമിയയില് ആശാളി വളരെ വളരെ ഫലപ്രദമാണ്. എന്നാലും നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെച്ചിരിക്കേണ്ട മറ്റൊരു സംഗതി, സിവിയർ ആയിട്ടുള്ള അനീമിക് കണ്ടീഷൻസിൽ ആശാളി മാത്രം ഒരു ഔഷധം പോലെ കൊടുത്തതുകൊണ്ട് പ്രയോജനപ്രദമാകുന്നില്ല. അനീമിയുള്ള അവസ്ഥയിൽ ഇതൊരു സപ്പോർട്ടീവ് തെറാപ്പിയാണെന്ന് മാത്രം. രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആവശ്യമായിട്ടുള്ള ഔഷധങ്ങള് ഭക്ഷണ രീതികളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങള് ശീലിക്കേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ ആശാളിയും കൂടെ ശീലിക്കാവുന്നതാണെന്ന് അർത്ഥം. ആശാളിയുടെ മറ്റൊരു ഗുണം എടുത്തു പറയാനുള്ളത്, ആശാളിയിൽ ധാരാളമായിട്ട് കാൽസ്യവും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതായിട്ട് ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കും മധ്യവയസ്കർക്കും വാർദ്ധക്യത്തിലും പ്രസവശേഷം സ്ത്രീകൾക്കും എല്ലാം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമാണ് ആശാളി വിത്ത്. ഇത് പ്രധാനമായിട്ടും വാദസംബന്ധിയായിട്ടുള്ള രോഗാവസ്ഥകൾ ചികിത്സിക്കും ആശാളി ചേർത്ത ഔഷധങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ചു വരാറുണ്ട്. കാരണം ഇത് വാദദോഷത്തെ ശമിപ്പിക്കുന്നു, ഉഷ്ണവീര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാദസംബന്ധിയായിട്ടുള്ള സന്ധികൾ തോറും കഴുത്തിനും നടുവിനും കാൽമുട്ടുകൾക്കും തോളിലിനും ഒക്കെ അനുഭവപ്പെടുന്ന വേദനകൾ, വാദം വർദ്ധിച്ചുണ്ടാവുന്ന സന്ധി വേദനകൾ ശമിപ്പിക്കുന്നതിന് ആശാളി പ്രയോജനപ്പെടുന്നതാണ്. ഇത്തരം രോഗലക്ഷണങ്ങളോടനുബന്ധിച്ച് വാദം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൈകാലുകൾക്ക് അനുഭവപ്പെടുന്ന മരവിപ്പ് നിയന്ത്രിക്കുന്നതിനും ആശാളി പ്രയോജനപ്പെടുന്നുണ്ട്. ഇതിൽ ധാരാളം കാൽസ്യവും മറ്റു മിനറൽസും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതായിട്ട് ആധുനിക ശാസ്ത്രവും പറഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം അവസ്ഥകളിൽ ഇത് പ്രയോജനപ്പെടുന്നത്. ആശാളി ഉപയോഗിച്ചു വരുന്ന മറ്റൊരു കണ്ടീഷൻ, അതായത് ചുമ, കഫക്കെട്ട്, കൂടുതലായിട്ട് കഫം വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകൾ കൂടെ പിടിപെടുന്നവര്, തമകശ്വാസം, ആസ്മ, ചുമ, കഫക്കെട്ട്, ശിരസിനാശ്രയിച്ച് സൈനസൈറ്റിസ്, കഫജമായിട്ടുള്ള തലവേദന, എപ്പോഴും ശിരസിൽ നിന്ന് വായിലേക്ക് കഫം ഇറങ്ങി വരുന്നു, അതല്ലെങ്കിൽ നെഞ്ചിൽ കഫക്കെട്ട് അനുഭവപ്പെടുന്നു. ഇത്തരം ശരീരപ്രകൃതിക്കാർക്ക് ആശാളി പതിവായിട്ട് കുറേശ്ശെ നിത്യേന ചവച്ചരച്ചിറക്കുന്നത് ആ ആശാളിയുടെ ഉഷ്ണ സ്വഭാവം വഴി ഈ കഫത്തെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ്. മുൻപ് നമ്മൾ ആയുർവേദ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോ തീക്ഷ്ണ ഉഷ്ണ സ്വഭാവം പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കഫത്തെ ക്ഷയിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം, ഇന്നത്തെ ജീവിത രീതി, ഭക്ഷണ രീതിയൊക്കെ അനുസരിച്ച് പലരും പലപ്പോഴും പറയുന്നുണ്ട്, എത്ര കിടന്നുറങ്ങിയാലും എത്ര ഭക്ഷണം കഴിച്ചാലും ശരിയാവണ്ണം ദഹിക്കുന്നില്ല, ശരിയായിട്ട് ക്ഷീണം മാറിയൊരു ഉണർവോടും ഉന്മേഷത്തോടും കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത് പലരും പറയാറുണ്ട്. ഉറക്കം ശരിയാണെങ്കിൽ പോലും അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമീകൃതമായ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം ശീലിക്കുകയും ശരീരകോശങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയും പോഷക സമൃദ്ധമായ ആഹാരത്തോടു കൂടെ ആശാളിയും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്ഷീണവും തളർച്ചയും ഒക്കെ ഇല്ലാതാക്കുന്നതിനും ശരീരത്തിന് ഉണർവും ഉന്മേഷവും ഒക്കെ പകരുന്നതിന് സഹായകരമാവുന്നതാണ്. കാരണം ആധുനിക ശാസ്ത്രം പറയുന്നു ആശാളി വിത്തില് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫൈബറും മിനറൽസും എല്ലാം സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇതിന് ഉഷ്ണതീക്ഷ്ണ ഗുണമുള്ളത് കൊണ്ട് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പരിപൂർണമായിട്ട് ദഹിപ്പിച്ച് അതിന്റെ എസൻസ് മാക്സിമം ശരീരത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആ രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജവും ഉണർവും ഉന്മേഷവും ഒക്കെ നൽകുന്നതിന് സഹായകരമാവുന്നത്. ഇനി നമുക്ക് സ്വയമേവ ഒരു ഭക്ഷണത്തിനുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇത് കഴിക്കാം, ഇത് കഴിച്ചാലുള്ള പ്രയോജനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഏത് രീതിയിലാണ് ഇത് കഴിക്കേണ്ടതെന്ന് ഒന്ന് ചിന്തിക്കാം. ഏറ്റവും ലളിതമായ മാർഗം, ഒരു 1/4 ടീസ്പൂൺ വീതം 1/2 ടീസ്പൂൺ വീതം ദിവസത്തിൽ 2-3 പ്രാവശ്യം വായിലിട്ട് ചവച്ചരച്ചിറക്കി മീതെ നല്ല ചൂടുള്ള ജീരകവെള്ളമോ ചുക്കുവെള്ളമോ കുടിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിലേക്ക് അല്പം പാലും കൂടെ ചേർത്ത് തെളിപ്പിച്ച് ആ പാലിൽ അത് വേവിച്ച് പുഴുങ്ങിയെടുത്തിട്ട് ആ പാല് കുടിക്കുക, ആ വിത്ത് ചവച്ചരച്ചിറക്കുക. ഈ രീതിയിലും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആശാളിയും കരിപ്പട്ടി ചക്കരയും കൂടെ ഇടിച്ചു ഉരുട്ടി ലഡു പോലെ ഉണ്ടകളാക്കി ആ രീതിയിലും കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രസവശേഷമൊക്കെ
കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത് നൽകി വരാറുണ്ട്. ഇത് രക്തക്കുറവിനെയും ക്ഷീണത്തെയൊക്കെ ഇല്ലാതാക്കുന്നതിനും ദഹനശക്തി വീണ്ടെടുക്കുന്നതിനും ബാക്ക് പെയിൻ ഒക്കെ നിയന്ത്രിക്കുന്നതിനും സഹായകരമാണ്. ഒപ്പം തന്നെ ശരീരത്തിന് നല്ല ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുന്നതാണ്. ചിലരിത് പൊടിയരിക്കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പാചകം ചെയ്തു വരാറുണ്ട്. അതുപോലെ പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. മറ്റു ചിലര് ഓട്സ് ഒക്കെ വേവിക്കുമ്പോൾ അതിലേക്ക് ഫ്ലാക്സ് സീഡും ചിയ സീഡും ആശാളി വിത്തും ഒക്കെ ചേർത്ത് വേവിച്ചു വരാറുണ്ട്. നമ്മളിനിപ്പോ ജൂലൈ മാസത്തിൽ കർക്കിടക കഞ്ഞിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതില് ഒരു ചേരുവയാണ് ആശാളി വിത്ത്. ഇനി നമുക്ക് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. അതായത് ഇത് എല്ലാവർക്കും അനുയോജ്യമാണോ, ഇത് ആരൊക്കെയാണ് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്, അതല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് ഒഴിവാക്കേണ്ടത് എന്നും കൂടെ പറയാം. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരുപോലെ കണ്ണടച്ച് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയല്ല ആശാളി. കാരണം ഇതിന് ഉഷ്ണവീര്യമുണ്ട്, ഉഷ്ണ സ്വഭാവമുണ്ട്, ലഘു തീക്ഷ്ണ ഗുണത്തോടു കൂടിയതാണ്. അതുകൊണ്ട് തന്നെ പിത്തദോഷം വർദ്ധിച്ചുണ്ടാവുന്ന തരത്തിലുള്ള രോഗാവസ്ഥകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ആശാളി ഉപയോഗിക്കുന്നത് അത്ര അനുയോജ്യമായിരിക്കില്ല. ഉദാഹരണത്തിന് അസിഡിറ്റി, നെഞ്ചരിച്ചില്, പുളിച്ചുതട്ടല്, ഇത്തരം പ്രശ്നങ്ങൾ പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്നു. അതുപോലെ പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്നു. അതുപോലെ എക്സസീവ് ബ്ലീഡിംഗ് ഒക്കെ ഉള്ള അവസ്ഥയിൽ ആശാളി ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, ഗർഭകാലത്ത് ഗർഭിണികൾ ഇത് കഴിക്കുന്നത് അനുയോജ്യമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് ഉഷ്ണതീക്ഷ്ണ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഗർഭകാലത്ത് ശരീരം വളരെയധികം ഇളതാവുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഉഷ്ണ സ്വഭാവമുള്ള ആശാളി ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ഉചിതം. പക്ഷെ എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക അവസ്ഥകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉചിതമായിട്ടുള്ള അളവില് ആശാളി നിർദ്ദേശിക്കാറുമുണ്ട്. അത് നിങ്ങളുടെ രോഗസ്വഭാവത്തിന് ദേഹസ്ഥിതിക്കൊക്കെ അനുയോജ്യമായ അളവില് ആവശ്യത്തിന് നൽകാറുണ്ട്. എത്ര അളവിൽ ഉപയോഗിക്കാന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. നിങ്ങൾക്കിത് സ്വതവേ നമ്മുടെ ശരീരത്തിന് പരിചിതമല്ലാത്ത പുതിയൊരു സംഗതി ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ അളവില്, ചുരുക്കി പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണ് ആ രീതിയിൽ എടുത്ത് ഉപയോഗിച്ച് ക്രമേണ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് അത് പൊരുത്തപ്പെട്ട് വരുന്നതിനനുസരിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. കാരണം നിങ്ങൾ പിത്തപ്രകൃതിക്കാരനോ പിത്തദോഷ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും രോഗാവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആശാളി പതിവായിട്ട് വളരെ കാലം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളെല്ലാം വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചൂടുള്ള സംഗതിയാണ്, ഉഷ്ണ സ്വഭാവമാണ്, അത് മനസ്സിലാക്കി ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഒരുപാട് പേര് വളരെയേറെ ചെലവേറിയ ഒരുപാട് ഫുഡ് സപ്ലിമെന്റ്സും വൈറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ പതിവായിട്ട് ഉപയോഗിച്ചു വരുന്നവരുണ്ട്. പരമ്പരാഗതമായിട്ട് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അനുഭവത്തിലിരിക്കുന്ന, പരിചയത്തിലിരിക്കുന്ന ഇത്തരം ആശാളി വിത്ത് പോലുള്ള പോഷക സമൃദ്ധമായ വിത്തുകളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതിന്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉണർവും ഉന്മേഷവും ഊർജ്ജവും ഒക്കെ ആവശ്യത്തിന് നൽകുന്നതിന് തീർച്ചയായിട്ടും ഫലപ്രദമാണ്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കുക, ആശാളി വിത്ത് ഒരു ചെറിയ വിത്തല്ല, ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഇത്തരം ഔഷധ സസ്യങ്ങളെ പറ്റി മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിലെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ഇത്തരം അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.